ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്ന് പത്രവിശേഷങ്ങളും വിശകലനങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രങ്ങളിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാക്കോബായ സഭയ്ക്ക് പുതിയ നാഥൻ എത്തുന്നു. കാറ്റത്തും മഴയത്തും ഒക്കെ സഭയെ സംരക്ഷിക്കാൻ പുതിയ നാഥൻ എത്തി. കൊടകര കുഴൽപ്പണ കേസൊക്കെയാണ് ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തത്. പത്രങ്ങളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അസത് തീർച്ചയായും ഇത് രണ്ടും തന്നെയാണ് പത്രങ്ങളും പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഞാൻ അതിൽ തന്നെ തുടങ്ങാം. മനോരമ പത്രത്തിൻ്റെ ഒരു ഒന്നാം പേജിൽ നിന്നുള്ളൊരു ഇൻട്രോ, അതായത് പ്രധാനപ്പെട്ട അവരുടെ വാർത്തയുടെ ഇൻട്രോ ഞാൻ വായിച്ചു തുടങ്ങാം. ബൈബിളിൽ 70 വട്ടം പരാമർശിക്കപ്പെട്ട ലെബനോൻ ദേശത്ത് ആചാരപ്പൊലിമയുടെ അകമ്പടിയോടെ അഭിഷിക്തനായി കേരളത്തിലെ യാക്കോബായ സഭയുടെ പുതിയ നാഥൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ആയിരുന്ന അദ്ദേഹം ഇനി ശ്രേഷ്ഠ ബെസോലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ എന്നറിയപ്പെടും. ഇത് യാക്കോബായ സഭയുടെ പുതിയ നാഥൻ അഭിഷിക്തനായ വാർത്തയുടെ മനോരമയുടെ ഒന്നാം പേജിലെ പ്രധാന വാർത്തയുടെ ഇൻട്രോ ആണ്. ഒന്നാം പേജിൽ മാത്രമല്ല 9-ാം പേജിലും വർണ്ണാഭമായി വിന്യസിച്ചിട്ടുണ്ട്. മനോരമ മാത്രമല്ല, ഞാനിത് ഈ ഇൻട്രോ വായിച്ചത് ആ വാർത്ത എത്രത്തോളം പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അടക്കം, ദേശാഭിമാനി അടക്കം, ദേശാഭിമാനി അവരുടെ അവസാന പേജ് ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഇല്ലാത്ത രൂപത്തിൽ വലിയ പ്രാധാന്യത്തോടെ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ അഭിഷിക്തനായ വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം മനോരമയിലേക്ക് തന്നെ പോകാം. കാരണം മനോരമയാണതിൽ ഒരു പടി മുന്നിൽ എന്ന് വേണം പറയാൻ. കാരണം അവരുടെ 19-ാം പേജ്, കളർ പേജ് വളരെ മനോഹരമായി ശ്രേഷ്ഠം ഭക്തി നിർഭരം എന്നുള്ളതാണ് ആ വലിയ തലവാചകം. ഞാൻ ഒന്നാം പേജിൽ നിന്ന് 19-ാം പേജിലേക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു പിടി വാർത്തകളുണ്ട്. ഇന്ത്യയെ അഭിനന്ദിച്ച് പാത്രിയാർക്കിസ് ബാവ, കവിത പൂക്കും ദേവദാരു എന്ന് പറയുന്നത്. ദേവദാരു മരം നമുക്കറിയാവുന്നതാണ്. ആ ദേവദാരു മരത്തിൽ ലെബനോനിൻ്റെ പ്രാധാന്യം എന്താണ്, അവരുടെ ദേശീയ ചിഹ്നമാണ്. ആ ദേവദാരു മരവുമായി ബന്ധപ്പെട്ട് ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ അഭിഷിക്ത ചടങ്ങുകൾക്ക് എന്ത് പ്രാധാന്യം എന്ന് പറയുന്ന ഒരു ലേഖനം. പിന്നെ പാത്രിയാർക്ക സെൻറ്ററിൽ സ്വീകരണമുണ്ട്. മനം നിറഞ്ഞ വിശ്വാസികൾ, അതായത് ഇത് കാണുന്ന വിശ്വാസികളുടെ ഇത് വിനയത്തോടെ, ശ്രേഷ്ഠ ബാവയുടെ ഒരു ഹെഡിങ് ഉണ്ട്. വിനയത്തോടെ ക്രിസ്തുവിൻ്റെ കുരിശു ചുമക്കും. മോദി ആശംസ അറിയിച്ചത് മലയാളത്തിലും പ്രാർത്ഥനകൾ. അങ്ങനെ അതായത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മലയാളത്തിൽ ചൊല്ലിയാണ് പാത്രിയാർക്കീസ് ബാവ ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ വളരെ വിശദമായി മനോരമ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി 19-ാം പേജിലേക്കൊന്നും പോയിട്ടില്ല. അവർ ഒന്നാം പേജിലും ഒപ്പം തന്നെ അധിക ദൂരം യാത്ര ചെയ്യേണ്ടതില്ല. 2-ാം പേജിൽ യാക്കോബായയുടെ സുറിയാനി സഭയിൽ പുതുയുഗം എന്ന് തന്നെയാണ് ആ രൂപത്തിൽ. അതുപോലെ അന്ത്യോക്യൻ പാരമ്പര്യം, അത് ഒരുപക്ഷെ ഇത് ഈ യാക്കോബായ സഭകളെക്കുറിച്ചും ഒക്കെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ അന്തോക്യൻ പാരമ്പര്യം എന്താണെന്നൊക്കെ മനസ്സിലാവുക. സിറിയൻ പിന്തുടർച്ചാ പ്രതീകം എന്ന രൂപത്തിലും എന്ന ഹെഡിങ്ങിലും ഒരു വാർത്തയുണ്ട്. അങ്ങനെ ഈ രണ്ട് പത്രങ്ങളും വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റു പത്രങ്ങളും ഒട്ടും മോശമാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ദേശാഭിമാനി അവരുടെ അവസാനത്തെ പേജിൽ അത് വലിയ വാർത്തയായത്. കാരണം മന്ത്രി പി രാജീവ് സംസ്ഥാനത്ത് നിന്ന് ഒരു സംഘത്തെയും MLA-മാരുടെ സംഘത്തെയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് V മുരളീധരൻ ഒരു സംഘത്തെയും കൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാം വാർത്തയാക്കിക്കൊണ്ട് തന്നെ പത്രങ്ങൾ വലിയ രൂപത്തിൽ ഇതിനെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും വലിയ വാർത്തയായതുകൊണ്ട് ആ വലിയ വാർത്താ പ്രാധാന്യം അങ്ങനെ തന്നെ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം. കാരണം മറ്റൊരു വാർത്ത നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ അടുത്ത വാർത്ത കൊടകര തന്നെയാണ്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കൊടകര എല്ലാ ദിവസവും കേരളത്തിൽ ചർച്ചയായിരുന്നു. അടുത്ത കാലത്താണ് ആ ചർച്ചകളൊന്ന് അടങ്ങി നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ആ വാർത്ത വീണ്ടും വരുന്നത്. വാർത്തയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ആ വാർത്തയെ മലയാള പത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിലാദ്യം ഞാൻ മനോരമ പത്രം തന്നെ എടുക്കാം. ED കുറ്റപത്രം പോലീസ് കണ്ടെത്തലിന് വിരുദ്ധം, കൊടകരയ്ക്ക് പല വഴി എന്നാണ് ഹെഡിങ്. എന്താണ് കൊടകര കുഴൽപ്പണ കേസ്, പോലീസ് കുറ്റപത്രത്തെക്കുറിച്ചും ED കുറ്റപത്രത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. മാതൃഭൂമിയും അങ്ങനെ തന്നെയാണ്. ഹൈവേ കൊള്ളയെന്ന് ED, കൊടകര കുഴൽപ്പണ കേസ്, രാഷ്ട്രീയം തൊടാതെ കുറ്റപത്രം. ഈ രണ്ട് ഹെഡിങ്ങുകളാണ് മനോരമയും മാതൃഭൂമിയും നൽകിയിട്ടുള്ളത്. ഈ രണ്ട് ഹെഡിങ്ങുകളിൽ നിന്നുകൊണ്ട് ഈ പോലീസ് കുറ്റപത്രത്തിൽ എന്താണ് പറഞ്ഞത്, ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബന്ധമുണ്ടായിരുന്നത് എന്ന് ഈ രണ്ട് മനോരമയും മാതൃഭൂമിയും ഹെഡിങ്ങും അതിന് താഴെയുള്ള സബ് ഹെഡിങ്ങും വായിച്ചാൽ മലയാളിക്ക് മനസ്സിലാവില്ല. ഉള്ളിൽ പോയി വായിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാകുക. മനോരമയുടെ വാർത്തയിൽ കുറച്ചും കൂടി താഴേക്ക് വന്നാൽ രാഷ്ട്രീയ ബന്ധത്തിലേക്ക് കടക്കാതെ BJPയുടെ പേരില്ലാതെയുള്ളതാണ് ED കുറ്റപത്രം എന്ന് മനോരമ കുറച്ചും കൂടി താഴോട്ട് പറയുന്നുണ്ട്. മാതൃഭൂമിയും അങ്ങനെ തന്നെയാണ്. BJPയുടെ പേര് പറയാൻ കുറച്ചും കൂടി താഴേക്കാണ്, അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് വലിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പത്രങ്ങളും എന്ന് വേണം കാണാൻ. പക്ഷേ മറ്റ് പത്രങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മാധ്യമം കൊടകര ഹവാല കേസ് BJPക്ക് ക്ലീൻ ചിറ്റ്. ദേശാഭിമാനി കുറച്ചും കൂടി രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട്. അതിൽ കൊടകര കുഴൽപ്പണ കേസിൽ BJPക്ക് പങ്കില്ല എന്ന് സ്വന്തം ED. അത് കുറച്ച് കൗതുകത്തിനും കൂടിയാണ് ഹെഡിങ്, എന്ന് സ്വന്തം ED. BJPക്ക് പങ്കില്ല എന്ന് വ്യക്തമായി പറയാൻ മറ്റ് പത്രങ്ങൾ, ഞാൻ എല്ലാ പത്രങ്ങളുടെയും പേരുകൾ പറയുന്നില്ല, മറ്റ് പത്രങ്ങളെല്ലാവരും ശ്രമിക്കുമ്പോൾ, അതായത് ഒന്നാം നിരയിൽ നിന്നും അടുത്ത നിരയിലേക്ക് വരുന്ന പത്രങ്ങളെല്ലാവരും വളരെ വിശദമായി BJPക്ക് പങ്കില്ല എന്ന് വ്യക്തമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ പേര് പറയാതിരിക്കാൻ ഈ രണ്ട് പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും, ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു കൗതുകം എന്ന് വേണം കാണാൻ. മനോരമ വളരെ വിശദമായി
എന്താണ് ED പറഞ്ഞിട്ടുള്ളത്, എന്താണ് പോലീസിൻ്റെ കുറ്റപത്രം എന്നൊക്കെ താഴേക്ക് ഉള്ളിൽ വളരെ ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് വലിയ ചിത്രങ്ങളൊക്കെ സഹിതം കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ 4-5 പോയിന്റുകൾ 6 പോയിന്റുകൾ, EDയുടെ 6 കണ്ടെത്തലുകളൊക്കെ വളരെ വിശദമാണ്. EDയുടെ കണ്ടെത്തലുകൾ താരതമ്യേന കുറഞ്ഞ സെൻറ്റൻസിലാണ്, അതായത് EDയുടെ കണ്ടെത്തൽ കുറവാണെന്നാണ് സാരം. പോലീസിൻ്റെ കണ്ടെത്തലാണ് കൂടുതൽ. അത് വാർത്ത വായിച്ചാൽ പത്രം 1-ാം പേജിൽ വളരെ വിശദമായി വായിച്ചാൽ മനസ്സിലാകും. അതാണ് ഈ കൊടകര കുഴൽപ്പണ കേസിനെ മാധ്യമങ്ങൾ നമ്മുടെ മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്തു. നേരെ മറിച്ച് ഹിന്ദു 1-ാം പേജിൽ ആ വാർത്ത വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഹിന്ദു 1-ാം പേജിൽ തന്നെ വളരെ വിശദമായി അത് പറയുന്നുണ്ട്. ED സബ്മിറ്റ്സ് ഫൈനൽ കംപ്ലൈൻറ്റ്സ് ഇൻ കൊടകര ഹെയ്റ്റ്സ് കേസ്, CPM സീസ് ബിഡ് ടു ഡിസ്റ്റോർട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അതിലെന്താണ് രാഷ്ട്രീയം എന്നുള്ളത് ഹിന്ദുവും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം പറയാതിരിക്കാൻ ഈ പത്രങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വാർത്തയിലേക്ക്, ഒരുപക്ഷെ മലയാളിക്ക് വളരെ കൗതുകമുള്ളതാണ് ഈ ബാറുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട്. ബാറുകൾ കേരളത്തിൽ എല്ലാ കാലത്തും ചർച്ചയാണ്. ഒരു സർക്കാരിനെ തന്നെ മറിച്ചിടുന്നതിൽ വലിയ നിർണായകമായിരുന്നു ബാർ ലൈസൻസ് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. അതിൽ മനോരമ 11-ാം പേജിൽ, മനോരമ മാത്രമാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത എടുക്കുന്നത്. സ്റ്റാർ ഇല്ലെങ്കിലും ബാർ എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം പേജിൽ മനോരമ കൊടുത്തിട്ടുണ്ട്. 200ഓളം ഹോട്ടലുകൾക്ക് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ബാർ ലൈസൻസ് പുതുക്കുന്നു എന്നുള്ളതാണ് മനോരമയുടെ വാർത്ത. അത് വലിയ വാർത്തയാണ് പക്ഷേ, കാരണം കേരളത്തിൽ ഈ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, വിവാദങ്ങൾ, കോലാഹലങ്ങൾ, അതിൻ്റെ അഴിമതി കഥകളൊക്കെ നമ്മൾ കൺമുന്നിലൂടെ കടന്നുപോയതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഇല്ലെങ്കിലും ബാർ ലൈസൻസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇനി വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ തുടർചലനങ്ങൾ ഉണ്ടാകും എന്നുറപ്പാണ്. മറ്റൊന്ന്, ഈ ബാർ ലൈസൻസ് പറയുമ്പോൾ തന്നെ മാതൃഭൂമി അവരുടെ 11-ാം പേജിൽ, ഇത് ബാർ ലൈസൻസിനെ കുറിച്ചാണെങ്കിൽ, മറ്റൊന്ന് ഈ മാതൃഭൂമി അവരുടെ 11-ാം പേജിൽ പറയുന്നത് അതൊരു കൗതുകമുള്ള വാർത്തയാണ്. ഒരു പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വാർത്ത കൂടിയാണെന്നുള്ളതുകൊണ്ട് അത് പറയുന്നു. മറ്റ് മലയാള പത്രങ്ങളിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് കണ്ടില്ല. മദ്യപാനശീലം മറച്ചുവെച്ചു, ഇൻഷുറൻസ് ക്ലെയിം തള്ളിയത് ശരിവെച്ച് സുപ്രീം കോടതി. അതായത് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം എടുക്കുമ്പോൾ മദ്യപാനശീലം ഉണ്ടെങ്കിൽ അത് പറയണം. അത് പറഞ്ഞില്ല എങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയാണ്, അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മദ്യപാനശീലമുള്ളവർ ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്നുണ്ടെങ്കിൽ അത് പറയണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം ഒരു ഈ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പോയ ഒരാളുടെ ഭാര്യ കൊടുത്ത അപ്പീലാണ് തള്ളിയിട്ടുള്ളത്. മാതൃഭൂമി വളരെ വിശദമായി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളും ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാള പത്രങ്ങൾക്ക് നഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന് ഒരടി കിട്ടിയ വാർത്തയാണ്. അതായത് അത് ബഫർ സോൺ ഉത്തരവ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള ഡാമുകളിൽ അത് ബഫർ സോണാണ്, അവിടെ മറ്റ് പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്നൊരു ഉത്തരവ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു. ആ ഉത്തരവ് പിൻവലിക്കാൻ ഇന്നലെ നിയമസഭയിൽ അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കാരണം ആ മേഖലയിൽ, ഈ ഡാമുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും നടത്താൻ പാടില്ല, അത് ബഫർ സോൺ ആയിരുന്നു. ആ ഉത്തരവ് സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. ആ വാർത്തയെ മനോരമയും മാതൃഭൂമിയും പ്രാധാന്യത്തോടെ തന്നെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അത് ആളുകളെ വലിയ രൂപത്തിൽ ബാധിക്കുന്നതാണ്. സർക്കാരിന് അടികൂടിയാണ്, ഡാമിൽ വീണ് സർക്കാർ എന്നാണ് മാതൃഭൂമിയുടെ ടാഗ് ലൈൻ. വിവാദ ഉത്തരവ് പിൻവലിച്ചു എന്നും മനോരമ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുള്ളൊരു തിരിച്ചടിയാണ് എന്ന് വേണം കാണാൻ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നൊരു കാര്യം, ഈ കേരളകൗമുദിയുടെ 1-ാം പേജ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. എല്ലാ പത്രങ്ങളും കൊടകരയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് വാർത്തകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, അതായത് യാക്കോബായ സഭയുടെ പുതിയ ഇടവനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ ഈ കൊടകരയെക്കുറിച്ച് 1-ാം പേജിൽ കേരളകൗമുദി പറഞ്ഞിട്ടേ ഇല്ല. പറയാതെ അവർ പറയുന്നത് മറ്റൊരു വാർത്തയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടത്തിലായത് വിൽക്കണം, CAG. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിലാണ്. അത് സർക്കാരിന് ഗതികേടുണ്ടാക്കുന്നു, വലിയ നഷ്ടമുണ്ടാക്കുന്നു. സർക്കാരിൻ്റെ നഷ്ടം 18,026 കോടിയാണ്, ചില്ലറയല്ല, 18,026 കോടിയാണ്. ഗതിയില്ലാത്തവ അടച്ചുപൂട്ടണമെന്നാണ് CAGയുടെ നിർദ്ദേശം. അത് വളരെ വിശദമായി, വളരെ ഇൻഫോഗ്രാഫിക്സോടുകൂടി തന്നെ കേരളകൗമുദി 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. അതുതന്നെയാണ് കേരളകൗമുദി 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പത്രത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. അതായത് അത് സുപ്രഭാതം ദിനപത്രമാണ്. സുപ്രഭാതം ഇന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകൾ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, 75 ദിവസം കൊണ്ട് 1785 ആത്മഹത്യകൾ കേരളത്തിലുണ്ടായി എന്ന് ബൈലൈൻ, അഷ്റഫ് കൊണ്ടോട്ടിയുടെ ബൈലൈനിൽ സുപ്രഭാതം വാർത്ത കൊടുക്കുന്നു. ഈ വാർത്ത മാധ്യമത്തിലുണ്ട്. മാധ്യമത്തിൻ്റെ 7-ാം പേജിൽ ബിജു ചന്ദ്രശേഖരൻ്റെ ബൈലൈനിൽ ആ വാർത്തയുണ്ട്. പക്ഷേ ഇത് വലിയ വാർത്തയാണ്. 75 ദിവസം കൊണ്ട് കേരളത്തിൽ 1785 ആത്മഹത്യകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. അത് ആ വാർത്ത 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ സുപ്രഭാതം കൊടുത്തിരിക്കുന്നു. മാധ്യമത്തിലും ആ വാർത്തയുണ്ട്. മറ്റൊന്ന്, മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് നാളെ ശിലയിടും.
അത് വലിയ വാർത്ത തന്നെയാണ്. മറ്റ് പത്രങ്ങൾ എല്ലാവരും വിസ്മരിച്ചു പോയെന്ന് തോന്നുന്നു മറ്റ് ബഹളങ്ങൾക്കിടയിൽ. നാളെ ഇവിടെ ഉയരുന്നു ആ സ്നേഹഗ്രാമങ്ങൾ എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ സ്റ്റോറി. നമുക്കറിയാം വയനാട്ടിലെ വലിയ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആഘാതം, അതിൻ്റെ തുടർച്ച, ആ തുടർച്ച എന്നോണം നാളെ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ ടൗൺഷിപ്പ് വരുന്നു. ആ ടൗൺഷിപ്പ് നാളെ ശിലയിടും എന്നുള്ളതാണ്. നാളെ എമ്പുരാൻ കൂടി വരികയാണ്. ഈ രണ്ട് വാർത്തകളാണ് നമുക്ക് പറയാനുള്ളത്, വലിയ വാർത്തകൾ പറയാനുള്ളത്.